എന്താണ് മൊബൈൽ എത്തിയിട്ട് നോക്കണത്? നീ എൻ്റെ മൊബൈൽ കണ്ടിട്ടില്ല? അതല്ല, മൊബൈൽ കാണാണ്ടല്ല. എല്ലാവരും പറയുക യൂട്യൂബിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതും അങ്ങനെ ഓരോരുത്തരും സാരിയും ഡ്രസ്സുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണും. നമുക്ക് വേണ്ടതൊക്കെ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നവർ. എനിക്ക് ചെറിയ മൊബൈലല്ലേ, എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരുമോ? എനിക്കെന്തിനാ മൊബൈൽ? നിനക്ക് ചെറിയ മൊബൈലില്ലേ? ആക്കെ നിനക്ക് ധാരാളം വലിയ മൊബൈലൊക്കെ ആക്കെ വിവരമുള്ള ആൾക്കാർക്കാ. അപ്പൊ ഞാൻ ചെയ്യുന്നത് മുഴുവനും വിവരക്കേട്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതല്ലേ? എനിക്കറിയാം, എനിക്ക് വിവരമില്ല. വിവരം കൊണ്ട് ഇപ്പം നിങ്ങളുടെ അടിമയായിട്ട് ഞാൻ ഇരിക്കില്ലല്ലോ. ചേച്ചിക്കും അനിയത്തിക്കൊക്കെ നല്ല നല്ല ജീവിതം. ഞാനോ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ അടിമ. നിനക്ക് എന്താണ് ഇവിടെ കുറവുള്ളത്? നീ അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കുന്നത് ചേച്ചി അനിയത്തിമാരിയാണ്. അവരെ തൊഴിലും പഠിക്കുന്ന പോകുന്ന ആൾക്കാരല്ലേ? നീ എവിടെയും പോകുന്നുണ്ടോ? അന്തസ്സായിട്ട് കഴിയുന്നു. അതെ, നിങ്ങളുടെ കണ്ണിലേക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ എനിക്കും കൂടി തോന്നണ്ടേ? ഈ വീടിനുള്ളിൽ തന്നെയല്ലേ ഞാൻ രാവിലെ തുടങ്ങി രാത്രി വരെ ഈ അടിമ പണിയെടുത്തിട്ട് തുണി അലക്ക്, തുണി ഇസ്ത്രി ഇടുക, അത് ചെയ്യ് ഇത് ചെയ്യ്, ചോറ് വെച്ച ശരിയായിട്ടില്ല, കറി വെച്ച ശരിയായിട്ടില്ല, 100 കുറ്റമല്ലേ നിങ്ങൾ പറയുന്നത്. വൻമതിൽ വരെ മതിലും കെട്ടി ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അടിമനെ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുക. ചേച്ചി അനിയത്തൊക്കെ പണിക്ക് പോയിട്ടുണ്ടെങ്കിലേ അവർ അന്തസ്സായിട്ടാണ് കഴിയുന്നത്. അവരെ അന്തസ്സായിട്ട് കഴിയുന്നവർ, അല്ലാണ്ട് ഞാനല്ല. എന്റെ ചേച്ചി അനിയത്തി അവര് കൊണ്ടുപോട്ട കുടുംബം കഴിയുന്നത്. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്താണ് നിങ്ങളെയൊക്കെ നോക്കുന്നത്. അത് മനസ്സിലായോ? നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ ഒറ്റയ്ക്ക് കൊണ്ടുവരെ? ഞാൻ പോകാൻ എത്ര പറഞ്ഞതാ? അന്ന് എത്ര കാലമുണ്ട് ഞാൻ എന്തെങ്കിലും പോകാൻ പറഞ്ഞു. നിങ്ങൾ വിട്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെയും പിള്ളേരുടെയും കാര്യം നോക്കി ഇവിടെ ഇരുന്നാൽ മതി. ഇപ്പോഴോ പിള്ളേരുടെ കാര്യം നോക്കി പിള്ളേരിന് ഓരോ പുറത്ത് വിട്ട് പഠിപ്പിച്ച് പിള്ളേരുടെ വഴിക്ക് അങ്ങ് പോയി കല്യാണം കഴിച്ചിട്ട്. ഇപ്പം ഞാനോ ഈ അടിമ. അന്ന് തുടങ്ങി നിങ്ങളുടെയും പിള്ളേരുടെയും കാര്യം നോക്കാൻ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അതുവരെയായിട്ട് നിങ്ങളും പോകുന്നില്ല. രാവിലെ പോയി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും, ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് പോയി രാത്രി ഭക്ഷണം കഴിക്കാൻ വരും, പിന്നെ വന്ന് കടന്നു രാവിലെ ജോലിക്ക് അണിച്ച് പോയി. ഇതന്നെയല്ലേ നിങ്ങൾ? ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ വരട്ടാൽ പോലും പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? നീ ഷോപ്പിൽ വരണ്ട, അവിടെ ആവശ്യത്തിന് ആളുണ്ട് എന്നുള്ളത്. എന്നാലും എനിക്ക് 2 ആൾക്കാരെ കണ്ട് സംസാരിക്കുകയും ചെയ്യാലോ. നീ എന്തിനാണ് ഷോപ്പിൽ വരുന്നത്? പണിയെടുക്കുന്ന കേട് വരുത്തന്നെ. ഷോപ്പിൽ വന്ന് പണിയെടുക്കുന്ന ആള് പിള്ളേർക്ക് വേണ്ടി നീ എന്ത് കഷ്ടപ്പെടുന്നു? കഷ്ടപ്പെട്ട് ഞാനല്ലേ കഷ്ടപ്പെട്ട് ജോലി ആയിക്കൊടുത്ത്. നീ എന്ത് ചെയ്തോണ്ടാ? മക്കളെ പഠിപ്പിച്ച് ജോലിയായി കൊടുത്തതിനെ കുറിച്ചേ ഇനി പറഞ്ഞ് അഭിമാനിക്കണ്ട. അവിടെ നിർത്തി. കുറേ പറഞ്ഞ് നടന്നതല്ലേ. ഇപ്പം എന്തായി? 2നും കല്യാണം കഴിഞ്ഞില്ലേ? ഒരാൾ മദ്രാസ്, ഒരാൾ ബാംഗ്ലൂരും. അവരവരുടെ ഫാമിലിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. നിങ്ങളെ വല്ല വിളിക്കലുണ്ടോ? 1 രൂപ പോലും അയച്ചു വിടലുണ്ടോ? എന്നെ വല്ല വിളിക്കലുണ്ടോ? എങ്ങനെ വിളിക്കും? പിള്ളേരുടെ മുൻപിൽ ഇങ്ങനെയല്ലേ പറച്ചില്, നിൻ്റെ അമ്മയ്ക്ക് വിവരമില്ല എന്ന്. അതല്ലേ പിള്ളേർ കേട്ട് വളർന്നിരിക്കുന്നത്. ഇപ്പം അവർക്ക് തോന്നി അച്ഛനും വിവരമില്ല എന്ന്. അത് തന്നെയാണ്, അത് അനുഭവിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. വിളിക്കുന്നു. ഹലോ. അതെ, ഫോണിന് എന്തോ ഒരു കേടാ, അതാ ഞാൻ മടിയിൽ തന്നെ വെച്ചതായിരുന്നു. പോകാൻ സമയമായി? ഇല്ല, ഞാൻ എന്തായാലും വരുന്നില്ല. ഞാൻ അതാ ഇന്നലെ തന്നെ സംശയം പറഞ്ഞത്, എനിക്ക് വരാൻ പറ്റും. ഞാൻ വരാൻ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇല്ല, എന്തായാലും നിങ്ങൾ പോയിട്ട് വാ. അല്ല ശരിയാവട്ടെ, കല്യാണത്തിന് ഞാൻ വരാം. ശരി എന്നാൽ പോയിട്ട് വരാം. ശരി. ചേച്ചിൻ്റെ മോന് പെണ്ണ് കാണാൻ പോവുക, അതിനിപ്പോൾ വിളിച്ചത് അവർ. ഞാൻ രാവിലെ തുടങ്ങി ഫോണും മടിയിൽ വെച്ചുകൊണ്ട് നടക്കുക. ഈ ഫോണൊന്ന് മാറ്റി തന്നോടെ നിങ്ങൾക്ക്. ഇത്രയും ചെറിയ ഫോൺ ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ? എത്ര പ്രാവശ്യം നിങ്ങൾ അവിടെ കൊണ്ട് നന്നാക്കുന്നത്? അപ്പോൾ ഈടിയക്കാർക്ക് തന്നെ മതിയായിട്ടുണ്ടാവും. 2 എണ്ണം വരുമ്പോഴും ഞാൻ പറയും എനിക്കൊരു ഫോൺ വാങ്ങിത്താന്ന്. അവരും വാങ്ങിത്തരില്ല, നിങ്ങളും വാങ്ങിത്തരില്ല. ഞാൻ മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അത് മുറിച്ചിട്ട് കറി ഉണ്ടാക്കാൻ നോക്ക്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും. വലിയ ഫോൺ വേണം, ഞാൻ അതിൻ്റെ കുറവുള്ളൂ. സ്വന്തം പരിഷ്കാരത്തിന് ഒരു കുറവുമില്ല. ഇപ്പോൾ എത്ര മൊബൈലായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ പഴയതെങ്കിലും എനിക്കും തരികയും പറഞ്ഞാൽ തരില്ല. എല്ലാ പെണ്ണുങ്ങളും ഇപ്പോൾ ചുരിദാറും മാക്സിയൊക്കെ ഇടല്. ഒരു മാക്സി വാങ്ങിച്ചു തരുമ്പോൾ അതും വാങ്ങിച്ചില്ല. അന്നൊരു ചുരിദാർ വാങ്ങി തരുന്നത് അതും വാങ്ങി തരില്ല. സാരി മതി. ഒരു 5-6 പഴയ സാരിയുണ്ട്, അത് മാത്രം കൊടുക്കുക. എത്ര പ്രാവശ്യം സ്റ്റെയർ കയറിലോ അടുക്കലും തുടക്കലൊക്കെ ചെയ്ത് വരണം. എവിടെയെങ്കിലും തടഞ്ഞ് വീണാലോ? അത് പറഞ്ഞാലായിരിക്കും നീ എത്ര കാലം കൊണ്ട് കൊടുക്കുന്നത്? ഇതുവരെ തടഞ്ഞ് വീണിട്ടില്ലല്ലോ, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് എങ്ങനെ തടഞ്ഞ് വീഴുക? അതല്ലേ നിങ്ങൾ പറയുന്നത്? സാരി മതി, അതാ എനിക്ക് ശരിയാവുള്ളൂ. ഈ ചുരിദാർക്ക് സ്റ്റാൻഡേർഡിൽ വേണം നിൽക്കാം, അല്ലാതെ എനിക്കല്ല. ഹലോ, ഞാൻ ഷോപ്പിലേക്ക് വരാൻ കുറച്ച് വൈകിട്ടാ.
നമ്മുടെ കുടുംബത്തിലൊരു കല്യാണമാണ്, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ, ശരി. അതെ, നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുക, ഞാനും വരട്ടെ? നീയോ? നീയാണ് നീ സാധാരണ സാരി എടുക്കാൻ പോകുന്നത്? ഞാൻ പോയി എടുത്തു തരാം. നിങ്ങൾ എന്ത് കളർ എടുക്കാന്ന് പറഞ്ഞാട്ടാ? എല്ലാവരും നല്ല നല്ല സാരി എടുത്തിരിക്കും അവിടെ കല്യാണത്തിന് വരുന്നത്. നിങ്ങൾ എപ്പോഴും എടുക്കുന്ന പോലത്തെ എടുക്കണ്ടേ? നല്ലൊരു പട്ടുസാരി എടുത്തിട്ട് വരും. എന്നാ നിനക്ക് പട്ടുസാരി വേണ്ടി അത് ഞാൻ എടുത്തു തരാം. അതുപോലെ പട്ടുസാരി എന്ന് പറഞ്ഞിട്ടേ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് വരണ്ടേ. ഇത്തിരി നല്ല വില കൊടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന നല്ല സാരികൾ കിട്ടും, അതെടുക്കും കേട്ടോ. പിന്നെ കളർ ഏതാ എടുക്കുക? ബ്ലൗസും കൈയോടെ എടുത്തോളീം, വേഗം സ്റ്റിച്ച് ചെയ്ത് കിട്ടണ്ടേ, മറ്റന്നാളല്ലേ കല്യാണം. നിൻ്റെ അടുത്ത് ഞാൻ കളർ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പോയി ആ കളർ ഇല്ലെങ്കിൽ ഞാൻ ഒരു പറ്റിയ കളർ എടുക്കാം, ബ്ലൗസൊക്കെ ആയിട്ട് കൊടുത്തന്നെ എടുക്കാം. ഓക്കെ. ഓ, എന്ത് കളർ എടുത്തിട്ട് വരുമോ? എവിടെ പോകുമ്പോഴും എനിക്കല്ലേ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, ഞാൻ വരണ്ട 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 പറയും. എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും, എന്നിട്ട് അത് എടുക്കുമെന്ന് പറയും. ഇനിയിപ്പോൾ കല്യാണത്തിന് എങ്ങനത്തെ എടുത്തിട്ട് വരുമോ എന്തോ. നല്ലൊരു കളർ നോക്കി എടുത്താൽ മതിയായിരുന്നു ദൈവമേ. ഹലോ, ആ നിങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്തോ? എടുത്തു ആണോ? നിനക്കെന്താ എടുത്തത്? ചുരിദാറാ? ആ ആ ആ ആ എനിക്ക് എടുക്കാൻ പോയി, ഇപ്പോൾ പോയിരിക്കുക. ആ ചെറിയച്ഛൻ പോയിട്ടുണ്ട്. സാരി അല്ലാണ്ട് പിന്നെ എനിക്കെന്താ എടുക്കുന്നത്? ചുരിദാറാ? നല്ല കാര്യമായി. ജീവിതത്തിൽ ഇത്രയും കാലം വരെ ഉണ്ടായിട്ടില്ല, ഇനിയൊന്നും ഇടാനൊന്നും അയക്കില്ലടോ. ഒരു പട്ടുസാരി എടുക്കാൻ പറഞ്ഞു, നല്ല ഒതുങ്ങി നിൽക്കുന്നത്, എടുത്തിട്ട് വരികയായിരിക്കും ഇപ്പോൾ. ഞാൻ കുറേ നേരമായി പോയിട്ട്. ആ പിന്നെ പൂവ് എനിക്ക് എടുത്ത് വെക്കണം കേട്ടോ നിങ്ങൾ. ഇല്ല, എനിക്കിവിടെ നിന്ന് വാങ്ങിച്ചു തരില്ല. എനിക്ക് കുറച്ച് മതി, നിങ്ങളത്രയൊന്നും എനിക്ക് വേണ്ട. ഒരു 2 മുളം പൂവ് എടുത്ത് വയ്ക്കേ കേട്ടോ. ആ ആയിക്കോട്ടെ, അമ്മയുടെ അടുത്ത് പറയ്, ഞാൻ കുറച്ച് സമയം കിട്ടി വിളിക്കാട്ടോ. ആ ചെറിയ സ്നിപ്പ് വരും, ഭക്ഷണം ആക്കണം. ആ ശരി എന്നാൽ, ശരി ശരി. ഒരു കല്യാണത്തിനെങ്കിലും ഒന്ന് പുറത്ത് പോകാമല്ലോ മനുഷ്യന്മാരെ പോലെ സന്തോഷത്തിൽ. കുടുംബക്കാരെല്ലാം കാണുകയും ചെയ്യാം. എത്രയായി ഓരോ ആൾക്കാരെ കണ്ടിട്ട്. അവരൊട്ട് ഇങ്ങോട്ട് വരുവുമില്ല, എപ്പോഴെങ്കിലും ഒന്ന് വരും, അപ്പം തന്നെ പോകും. എനിക്കറിയാം കേട്ടോ വരുമ്പോഴത്തേക്ക്. ഇന്ന് നോക്ക്, അടിപൊളി സാരി ഇട്ടിട്ടോ. നല്ല സാരി കിട്ടിയോ നോക്കട്ടെ. സാരി ഇഷ്ടപ്പെട്ടില്ലേ? ശരിക്കും എൻ്റെ പേരുണ്ട് 2000 റുപ്യ. അത് കിട്ടിയത് 600 റുപ്യ. വിറ്റഴിക്കുന്ന സ്ഥലമാണ്. ഇത് എന്ത് സാരി അത്? ഇതാണോ ഞാൻ കൊടുത്തിട്ട് കല്യാണത്തിന് പോകുന്നത്? വിറ്റഴിക്കുന്ന എവിടെയാണോ പോകുന്നത്? എത്ര നല്ല നല്ല ഷോപ്പുകൾ അവിടെ കിടക്കുന്നത്. ഒരു നല്ല ഷോപ്പിൽ കയറി ഇത്തിരി വില കൊടുത്തൊരു സാരി എടുത്തൂടെ? ഈ 600 രൂപയ്ക്ക് വിറ്റഴിക്കുന്ന സാരി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് കല്യാണത്തിന് പോകാനല്ലേ, അല്ലാണ്ട് വീട്ടിൽ സാധാരണ കൊടുക്കാനാണോ? വിറ്റഴിക്കുന്നത് പറഞ്ഞാണ് ഇപ്പോൾ തെറ്റായിപ്പോൾ. 2000 രൂപ കൊടുത്ത് എടുത്താണ് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഇത് ഉടുത്ത് നോക്കാം ആദ്യം. ബ്ലൗസ് എടുത്തിട്ടുണ്ടോ? ബ്ലൗസ് കറുപ്പ് ബ്ലൗസ് നമ്മൾ കയ്യച്ചിട്ട് അടിച്ച് ആ ബ്ലൗസ് ഇട്ടോ, നല്ല ചേർച്ച. എനിക്ക് പറയുന്നത് ഇതിന് ബ്ലൗസും എടുത്തിട്ടില്ലേ? കറുപ്പ് ബ്ലൗസ് ഇട്ടിട്ടാ പോവുക? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത്, ഞാൻ വരട്ടെ എന്നുള്ളത് സാരി എടുക്കാൻ. എല്ലാവരും എത്ര നല്ല സാരി ഇട്ടിട്ട് അവിടെ വരുന്നത്. ഈ സാരി കെട്ടിപ്പഴകിയ സാരി അവർ 600 രൂപയ്ക്ക് തന്നു എന്ന് പറഞ്ഞ് ഇതും എടുത്തിട്ട് വരുമോ നിങ്ങൾ? അത് ബ്ലൗസ് എടുത്തിട്ടുണ്ട്, അതും എടുത്തിട്ടില്ല. ഞാൻ കറുപ്പ് ബ്ലൗസ് എടുത്ത് ഞാൻ 2 ദിവസം മുന്നേ സാധാരണ ഇട്ടതല്ലേ, അത് കൊടുത്തിട്ടാണ് കല്യാണത്തിന് പോകുന്നത്, അതിട്ടിട്ടാണ് പോകുന്നത്. അതിനേക്കാൾ നല്ല സെറ്റും കൊണ്ട് എന്നെ കഴിയുകൊണ്ട് എടുത്തിട്ട് പോകുന്നത് നല്ലത്. ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്കല്ലേ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, അന്ന് എന്നെ കൂട്ടിക്കൂടെ? നിങ്ങൾ പോയിട്ടല്ലേ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുന്നത്. ഞാൻ ഡ്രസ്സ് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരടിമയാക്കുന്നതിന് ഒരു കണക്കുണ്ട് കേട്ടോളേ. എത്ര ആൾ വരെ സ്ഥലം അത്. ഈ പഴയ സാരി പോലത്തെ ഉണ്ട്, ഇത് ഞാൻ എടുത്തിട്ട് പോകണമല്ലേ? അടിമയാക്കല്ല. ഇപ്പം ഞാൻ ഇത്രയും നല്ലൊരു പട്ടുസാരി എടുത്ത് എനിക്ക് പറ്റില്ല. 2000 രൂപ വിലയാണ്. ഞാൻ എടുക്കുന്നു, അത് നീ ഇടണം. നീ ഇട്ടാൽ പറ്റൂ. നാട്ടുകാരെ കാണിക്കാൻ നമ്മുടെ അഭിപ്രായം നോക്കണ്ടേ? ഞാനെടുത്തതല്ലേ.
ഇത് പറ്റില്ല പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാണ്ട, ഇത് പഴയ മോഡലാ. ഇപ്പോഴൊക്കെ പുതിയ പുതിയ മോഡൽ സാരി കൊടുത്തായിരിക്കും പെണ്ണുങ്ങളൊക്കെ വരിക. അന്ന് എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചെന്നാൽ എനിക്കിഷ്ടപ്പെട്ട സാരി ഞാൻ ഓർഡർ ചെയ്തെങ്കിലും എടുക്കുക. എന്നാൽ പുറത്ത് പോകണ്ടല്ലോ, ഓർഡർ ചെയ്തെടുത്താൽ മതിയല്ലോ. ഇത് അതും വാങ്ങിച്ചു തരില്ല, മൊബൈലോട്ട് കയ്യിലും തരില്ല. ഇത്ര നീട്ടിലൊരു മൊബൈലും കൊണ്ട് എനിക്ക് എന്തെങ്കിലും വേണ്ടത് വാങ്ങാനോ എടുക്കാനോ പറ്റുമോ? ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലും ആവട്ടെ, എന്താക്കാനാ? ഇഷ്ടപ്പെട്ടില്ല അത്ര. ഇത്രയും നല്ല സാരി എടുത്തുകൊണ്ട് ഇവിടെ ഏത് കൊമ്പത്തെ റാണിയാ നടക്കി. കണ്ടോ, കറക്റ്റ് മാച്ചായിട്ട് ബ്ലൗസ് കിട്ടി. എന്നിട്ട് കില്ലോ കില്ലോ ഇല്ലോ പറയാൻ മാത്രം എടുക്കാതെ. ഇത് മാച്ചാണോ? സാരി കാപ്പി കളറ്, ബ്ലൗസ് നീല, കറുപ്പിട്ട് നോക്കി കറുപ്പ് തീരെ ചേരുന്നില്ല. ഇതിൻ്റെയൊക്കെ വല്ല ഗതികേടുണ്ടോ? മര്യാദക്കൊരു സാരി എടുത്താൽ നിങ്ങളിൽ പൈസ ഇല്ലേ? ഒരു പണിയില്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കും. എന്താ അവളുടെയൊക്കെ വിചാരങ്ങൾ? ആരാ വന്നിട്ടുള്ളൂ? ആരെയും വന്ന് വിളിച്ചു പറയുന്നുള്ളൂ. വനജേ, വനജേ കാണുന്നില്ല. പിന്നെ വനജയെ വനജയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്? ആരും വന്നതല്ല, ഇത് വനജ തന്നെ. എന്താടി കോലം? നിനക്കിത് ആരാ വായിച്ചത്? ഭീഷണിപ്പെടുത്തണ്ട. ഇനി ഇങ്ങനത്തെ ഞാനിടുള്ളൂ. ഇത് മുഴുവന് എൻ്റെ ആങ്ങളെ വാങ്ങിയിട്ട് വന്നതാ. ഇനി ഇത് മാത്രമല്ല, ഇതിനെയും വെച്ച് മോഡേണുള്ള ഡ്രസ്സുകളൊക്കെ ഇതിലുണ്ട്. ഞാനന്ന് കല്യാണത്തിന് പോയപ്പോഴേ എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറഞ്ഞു. ഓ, എന്താ പറഞ്ഞത്? ഞാൻ അടുത്ത് ഞാൻ ഡ്രസ്സുകളൊന്നും വാങ്ങി തരുന്ന പറഞ്ഞു. നിങ്ങൾ എടുത്തു തരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എടുത്തു തന്നതും ഞാൻ കൊടുത്തിട്ട് വന്ന് കല്യാണത്തിന് പോയതൊക്കെ അവർ കണ്ടതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടൻ എങ്ങനെയാണ് എവിടെ കിഴിവ് വിലയ്ക്ക് വെക്കുന്നത്ര ആ സാരി എനിക്ക് എടുത്തിട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനൊക്കെ ആഗ്രഹമുണ്ട്, ചുരിദാറൊക്കെ ഇടുന്ന ആഗ്രഹമുണ്ട് ഏട്ടാ, എനിക്ക് എടുത്തു തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട ഡ്രസ്സ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏട്ടൻ കൊണ്ടുവന്നു. ഇപ്പോൾ വന്ന് 4 ഡ്രസ്സ് എടുത്ത് തന്നപ്പോൾ വലിയ കാര്യം കാട്ടണേ. അപ്പോൾ ഞാൻ ഇത്രയും കാലം എടുത്തു തന്നപ്പോൾ എല്ലാം പോയി അല്ലേ? അതിന് നിങ്ങൾ എടുത്തു തന്നിട്ടില്ലെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് അവർക്കും അറിയുന്നതല്ലേ, നിങ്ങളുടെ സ്വഭാവവും അവർക്കും അറിയും. പക്ഷേ എനിക്ക് നല്ല മോഡേണായിട്ട് നടക്കാനും നല്ല ഡ്രസ്സൊക്കെ ഇടാൻ ഇഷ്ടമുണ്ടെന്ന് എൻ്റെ ആങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ നിങ്ങളെ കൊണ്ട് എത്രയും കാലം കൊണ്ട് പറയുന്നു, എല്ലാവരും ചുരിദാറും മാക്സിയൊക്കെ ഇടണം, എനിക്കൊരെണ്ണം എടുത്തു തരുമ്പോൾ നിങ്ങൾ എടുത്തു തരണം. ഇല്ലല്ലോ, ഇതിപ്പോൾ എൻ്റെ ഏട്ടൻ എന്താ എനിക്ക് മാക്സി എടുത്തു തന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയും, ഇനിയും ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇത് എടുത്തു തന്നു. ഇതല്ല, ഇനിയുണ്ട് ചുരിദാറുകൾ, നോക്ക് കണ്ടോ, ഇനി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് വേണ്ട ഡ്രസ്സ്, നല്ല നല്ല ഡ്രസ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ എടുത്തു തരികയാണെങ്കിൽ ഞാൻ അവരോട് പറയില്ല. അല്ലെങ്കിൽ എൻ്റെ ഏട്ടനോട് വിളിച്ച് ഞാൻ ഡ്രസ്സ് കൊണ്ടുവരാൻ പറയും. അപ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത്രയും വലിയ ആഗ്രഹങ്ങളല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞേ? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടല്ലേ എന്ന്. നിങ്ങളെന്തിനാ പതുക്കെ തലയും താഴ്ത്തി പറയുന്നത്? മുഖത്ത് നോക്കി ഒന്ന് ഉറക്കെ പറയും. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ മരപ്പാവകളല്ല, മനുഷ്യ സ്ത്രീകളാ. ഉള്ള ആഗ്രഹങ്ങൾ മുഴുവനും മനസ്സിൽ വെച്ച് ഒതുക്കി 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 ഇങ്ങനെ കഴിയുക. ചെറിയ പ്രായത്തിൽ പറഞ്ഞു ഓൻ പിള്ളേരല്ലേ, നിനക്ക് സാരിയും ഇതൊക്കെ പോരെയെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിള്ളേരൊക്കെ വളർന്നില്ലേ, ഇനി അവർ കല്യാണം കഴിക്കാനായില്ലേ, ഇനിയിപ്പോൾ നിനക്ക് എന്താ വേണ്ടെന്ന്. പിള്ളേർ കല്യാണം കഴിഞ്ഞ് പിള്ളേർ പോയി അവിടെ പോയി സുഖിക്കുന്നു, നിങ്ങൾ ഇവിടെ ഇരുന്ന് സുഖിക്കുന്നു. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും വേണമെന്ന് ഇപ്പോൾ പറയുമ്പോൾ ഇനി വയസ്സായില്ലേ, ഇനിയിപ്പോൾ എത്ര കാലം ഇനിയിപ്പോൾ ഉണ്ടാവുക, ഇപ്പോൾ ഉള്ളതൊക്കെ മതി. അല്ലാണ്ട് ഇപ്പോൾ ഈ കോലം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ. ആ ഇനി ഇങ്ങനെയൊക്കെ കോലം കെട്ടി നടക്കാൻ ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇത്രയും കാലം ഞാൻ സെറ്റും മുണ്ടും സാരിയൊക്കെ കൊടുത്തു നടന്നപ്പോഴും ഒരാളും എനിക്ക് ഒരു അവാർഡും കൂടെ തന്നിട്ടില്ല. പിന്നെ ഒരു മൊബൈൽ എൻ്റെ ആങ്ങളെ മറ്റന്നാൾ വരുമ്പോൾ കൊണ്ടുവരും. അതിനടുത്ത് പറഞ്ഞു, അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നീ ഓർഡർ ചെയ്തോ, പൈസ ഞാൻ കൊടുക്കാൻ പറഞ്ഞു. ഇത്രയും കാലം വരെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. ഇനി ഞാൻ പറ്റുമോ നോക്കട്ടെ, എനിക്ക് വേണ്ടി ജീവിക്കാൻ. എൻ്റെ വെറുതെ എൻ്റെ ജീവിതം പാഴാക്കി കളയുന്നില്ല ഞാൻ.